നമസ്കാരം. എസ്.എൻ.ഡി.പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇക്കഴിഞ്ഞ ദിവസം എൻ.എസ്.എസുമായി വീണ്ടും അടുക്കുവാനുള്ളൊരു ശ്രമങ്ങൾ ആരംഭിക്കുന്നതായൊരു സൂചന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ, മുൻപ് എൻ.എസ്.എസിനെയും എസ്.എൻ.ഡി.പിയും തമ്മിൽ തെല്ലിച്ചത് മുസ്ലിം ലീഗിൻ്റെ കുത്തിത്തിരിപ്പാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ശ്രമങ്ങൾക്ക് അനുകൂലമായ സൂചനകൾ എൻ.എസ്.എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ശ്രീ സുകുമാരൻ നായർ ആ ചർച്ചകൾക്ക് വെള്ളാപ്പള്ളി മുൻകൈ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ചർച്ചകളിൽ എൻ.എസ്.എസിനും താല്പര്യമുണ്ട്. വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സമീപനത്തെ എൻ.എസ്.എസ് കാണുന്നതെന്നും എൻ.എസ്.എസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമീപനം വെള്ളാപ്പള്ളി ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ള ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും വളരെ കൗതുകത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരല്പം സങ്കീർണമാണ്. ഒന്ന്, ഈ നായർ മുതൽ നായാടി വരെയുള്ള ഒരു ഹൈന്ദവ ഏകീകരണം എന്നുള്ള ആശയം ശരിക്കും കേരള സമൂഹത്തോട് ആദ്യമായി വിളിച്ചു പറയുന്ന വ്യക്തികളിൽ ഒരാൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ഇപ്പോൾ അദ്ദേഹം അത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണിത് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് കേരള സമൂഹം കാണുന്നത്. കാരണം ഇത്തരമൊരു ഐക്യം കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതഭീകരവാദത്തിൻ്റെ ഭീഷണിയുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക മതഭീകരവാദത്തിൻ്റെ ഭീഷണി. ആ ഭീഷണിയെ എതിരിടുവാൻ ഇത്തരത്തിലുള്ളൊരു ഐക്യം വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഐക്യം തന്നെയാണിത് എന്ന് പറയാതെ വയ്യ. അതും സത്യമായൊരു കാര്യമാണ്, ഒരു വസ്തുതാപരമായൊരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു വസ്തുത നിലനിൽക്കെ തന്നെ ഈ ഒരു ഐക്യശ്രമത്തിന് അല്ലെങ്കിൽ എൻ.എസ്.എസുമായി അടുക്കുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന ഒരു ശ്രമത്തിനെ ചൊല്ലി ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആശങ്കയെ അക്കാര്യത്തിൽ നിലനിൽക്കുന്നുള്ളൂ. ഇത് CPIMൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു തന്ത്രമാണോ? കാരണം സമീപ കാലങ്ങളിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനുമായി വളരെയധികം അടുപ്പമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അടുപ്പം വളർന്നു വന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അദ്ദേഹത്തെ ഇസ്ലാമിക ശക്തികൾ എങ്ങനെയൊക്കെ ആക്രമിച്ചാലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ കേരള സമൂഹം കണ്ടതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനാകട്ടെ അത്യന്തം രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചും ഇസ്ലാമിക ശക്തികളെ വിമർശിച്ചും മുന്നോട്ട് പോവുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഇസ്ലാമിക വിമർശനം, മുൻപും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹത്തോടുള്ള നിലപാട് വളരെയധികം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായിട്ട് മുദ്രകുത്തുവാനാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും മുൻമന്ത്രിയുമായ M.M. മണിയാകട്ടെ, ശ്രീ പിണറായി വിജയൻ തന്നെയാകട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കളാകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFിലെ മറ്റ് ഘടകകക്ഷികളാവട്ടെ, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദി എന്ന് മുദ്രകുത്തുവാനാണ് മുൻപ് ശ്രമിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഘടകകക്ഷികളിൽ ചിലർ മുറുമുറുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീ പിണറായി വിജയൻ ഇന്ന് ഈ നിമിഷത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിക്കുന്നത് വളരെയധികം അനുഭാവപൂർവമായ, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാന്യനാണ്, അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, അദ്ദേഹവുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അതിൽ എന്താ തെറ്റ് എന്നുള്ളൊരു നയമാണ് പിണറായി വിജയൻ ഈ നിമിഷം വരെ പിന്തുടരുന്നത് സമീപകാലങ്ങളിലായി. അപ്പോൾ അത്തരത്തിലുള്ളൊരു അടുപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും തമ്മിൽ നിലനിൽക്കുമ്പോൾ ഈ എൻ.എസ്.എസിലേക്കൊരു അടുപ്പം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ എൻ.എസ്.എസുമായി ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു സഹകരണം എസ്.എൻ.ഡി.പിക്ക് ഉണ്ടാക്കി അതുവഴി ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനു മുമ്പുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾ, ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു അമർഷം, ഇതിനെയൊക്കെ ഒന്ന് തണുപ്പിക്കുവാനും, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മറുപടി ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾക്കൊരു തട എന്നുള്ള രീതിയിലാണോ ഈ സഖ്യത്തെ പിണറായി വിജയൻ ഉപയോഗിക്കുവാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആശങ്ക കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത്, ഈ ആശങ്ക സത്യമാണെങ്കിൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് UDFനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതെ. പക്ഷേ ദൂരവ്യാപകമായി ഈ ഒരു ഐക്യം അല്ലെങ്കിൽ സഹകരണം പിണറായിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു തന്ത്രമാണെങ്കിൽ, ദൂരവ്യാപകമായി അല്ലെങ്കിൽ ഒരു
വരും കാലങ്ങളിൽ വരും തലമുറകളെ തന്നെ ബാധിക്കാവുന്ന ഒരു ദോഷമായി ഇത് ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങളെയും ഒപ്പം വെള്ളാപ്പള്ളി പുതിയതായി ഈ ഒരു ഐക്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നസ്രാണികളെയും ക്രിസ്ത്യാനികളെയുമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കാണ് നസ്രാണി എന്നുള്ളത്. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള അത്തരത്തിലുള്ളൊരു കാലമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പോൾ ഇതൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീ പിണറായി വിജയൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ഐക്യ അല്ലെങ്കിൽ സഹകരണ ശ്രമമെങ്കിൽ തീർച്ചയായും ഇത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെയും ക്രിസ്ത്യാനി സമൂഹത്തെയും ദോഷകരമായി ഉറപ്പായും ബാധിക്കാവുന്ന ഒരു തന്ത്രം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. നമസ്കാരം.